CPM ഏരിയ സെക്രട്ടറിയുമായുള്ള സംഭാഷണ ശബ്ദരേഖ വിവാദമായതിനു പിന്നാലെ സ്ഥലം മാറ്റ അപേക്ഷയുമായി വില്ലേജ് ഓഫീസർ. പത്തനംതിട്ട നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്യാൻ ഭയമാണെന്ന് കാണിച്ചാണ് ജോസഫ് ജോർജ് ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയത്. അതേസമയം അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ ആയിരിക്കവേ ജോസഫ് ജോർജ് അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ സ്ഥിരീകരിച്ചു. ഇടതുകേന്ദ്രങ്ങളുടെ സൈബർ ആക്രമണം, സ്വന്തം ഫോണിലേക്കും ഔദ്യോഗിക ഫോണിലേക്കും എത്തുന്ന ഭീഷണി കോളുകൾ, അഴിമതിക്കാരനാണെന്ന CPM ഏരിയ സെക്രട്ടറിയുടെ പരസ്യ പ്രഖ്യാപനം, നാരങ്ങാനത്തു നിന്നും സ്ഥലം മാറ്റം അനുവദിക്കണമെന്നാണ് ജോസഫ് ജോർജിന്റെ അപേക്ഷയുടെ ഉള്ളടക്കം. ഇത് സമർപ്പിച്ച ശേഷം അദ്ദേഹം 2 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചു. അവധി 2 ദിവസത്തേക്ക്, അത് ക്യാഷ്വൽ ലീവ് പോലെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 ദിവസത്തേക്കുള്ള അവധിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗ്രാൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അവിടെ വർക്ക് ചെയ്യാൻ വേറൊരു വില്ലേജ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പരിശോധിച്ച ശേഷം മാത്രം, അത് എനിക്ക് റവന്യൂ സെക്രട്ടറി അടുത്തും മിനിസ്റ്റർ അടുത്തും ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ അതിനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് വിധേയനായി ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാണ് ജോസഫ് ജോർജ് നാരങ്ങാനത്ത് ചുമതലയേറ്റത്. അങ്ങാടിക്കൽ വില്ലേജ് ഓഫീസർ ആയിരിക്കവേ പോയ വർഷം ആഗസ്റ്റിലായിരുന്നു സസ്പെൻഷൻ. ഇപ്പം ഷോക്കോസ് ഒന്നുമില്ല, ഇപ്പം ഷോക്കോസ് ഒന്നും കൊടുത്തിട്ടില്ല. അന്ന് എക്സ്പ്ലനേഷൻ ഉള്ളതില്ല. ഇന്നലെ അദ്ദേഹം ആദ്യം വന്നപ്പോൾ പരാതിയില്ലെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം തഹസിൽദാർ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയോടുകൂടിയാണ് ഈ പറഞ്ഞ വീണ്ടും രണ്ടാമതും പരാതിയായിട്ട് വന്നത്. അപ്പോൾ രണ്ടാമതും വന്നപ്പോൾ അദ്ദേഹം അവധിക്ക് പോകണമെന്ന് പറഞ്ഞ് അവധി കൊടുത്തിട്ടുണ്ട്. ബാക്കി പോലീസിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിന് ഒറ്റത്തവണ നികുതി അടയ്ക്കണമെന്ന് സൂചിപ്പിച്ച് ബുധനാഴ്ചയാണ് ജോസഫ് ജോർജ് MP സഞ്ജുവിനെ ഫോണിൽ വിളിച്ചത്. സൗഹൃദഭാവത്തിൽ തുടങ്ങിയ സംഭാഷണം അവസാന ഘട്ടത്തിലെത്തിയതോടെ ഭീഷണിയായി മാറുകയായിരുന്നു. അടയ്ക്കാനില്ല എന്ന് പറഞ്ഞ് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നടപടിയെടുക്കും. വില്ലേജ് ഓഫീസർ തന്നെയാണ് സംഭാഷണം റെക്കോർഡ് ചെയ്ത് കൈമാറിയത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.